നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇത് 1, 2, 3 ക്ലാസ്സുകളിലായിട്ട് കാര്യങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളുന്ന തരത്തിൽ എടുക്കാമെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ദുരന്തങ്ങളെ എങ്ങനെയൊക്കെ തരംതിരിക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് ദുരന്തങ്ങളുള്ളത്, പ്രകൃതി ദുരന്തങ്ങൾ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോവാം അല്ലേ. ദുരന്തങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ്റെ നിയന്ത്രണത്തിനപ്പുറം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കടന്നു വന്ന് ക്ഷണനേരം കൊണ്ട് ജീവനും സ്വത്തിനും നാശം വിതയ്ക്കുന്നവയാണ് ദുരന്തങ്ങളെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ദുരന്തങ്ങൾ എന്താണ്? മനുഷ്യൻ്റെ നിയന്ത്രണത്തിനപ്പുറത്ത് നിന്നുകൊണ്ട് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കടന്നു വന്ന് ക്ഷണനേരം കൊണ്ട് ജീവനും സ്വത്തിനും നാശം വിതയ്ക്കുന്നവയാണ് ദുരന്തങ്ങൾ. ദുരന്തങ്ങൾ പല തരത്തിലുണ്ടല്ലേ. പ്രകൃതിയുടെ പ്രതിഭാസം മൂലമുണ്ടാകുന്ന ദുരന്തങ്ങളുണ്ട്, മനുഷ്യൻ്റെ ചില പ്രവർത്തനങ്ങൾ മൂലമുണ്ടാകുന്ന ദുരന്തങ്ങളുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളാൽ സൃഷ്ടിക്കപ്പെടുന്ന ദുരന്തങ്ങൾ, അവയുടെ ഉദാഹരണം എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. മനുഷ്യൻ്റെ പ്രവൃത്തി കൊണ്ട് ഉണ്ടാകുന്ന ദുരന്തങ്ങൾ എന്തൊക്കെയാണ്? മനുഷ്യൻ്റെ പ്രവൃത്തി കൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് ഉദാഹരണമാണ് വിഷവാതക ദുരന്തങ്ങൾ, യുദ്ധങ്ങൾ, ഹരിതഗൃഹവാതകങ്ങളുടെ വർധനവ്, ആണവ ദുരന്തങ്ങൾ. ഇതൊക്കെ എന്താണ്? മനുഷ്യൻ്റെ പ്രവൃത്തി മൂലമുണ്ടാകുന്ന ദുരന്തങ്ങളാണ്. അപ്പോൾ ദുരന്തം എന്താണ് എന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ നിയന്ത്രണത്തിനപ്പുറം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കടന്നു വന്ന് ക്ഷണനേരം കൊണ്ട് ജീവനും സ്വത്തിനും നാശം വിതയ്ക്കുന്നതാണ് ദുരന്തങ്ങളെന്ന് പറയുന്നത്. ദുരന്തങ്ങൾ എന്താ? മനുഷ്യൻ്റെ പ്രവൃത്തി കൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ ഏതൊക്കെയാണ്? അത് വിഷവാതക ദുരന്തങ്ങൾ, യുദ്ധങ്ങൾ, ഹരിതഗൃഹവാതകങ്ങളുടെ വർധനവ്, ആണവ ദുരന്തങ്ങൾ, ഇവയൊക്കെ മനുഷ്യൻ്റെ പ്രവൃത്തി കൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് ഉദാഹരണമാണ്. എന്തിനാണ് ഈ ദുരന്തങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, പിന്നെ എന്തിനാണ് ഇതിങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചാൽ, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ ക്വസ്റ്റ്യൻസ് വരുന്ന സന്ദർഭത്തിൽ നമ്മൾ അതിൻ്റെ ബേസിക് കാര്യങ്ങൾ തൊട്ട് അറിഞ്ഞിരിക്കുക. എന്താണ്? ഇപ്പോൾ ഹരിതഗൃഹവാതകങ്ങളുടെ വർധനവ്, ഇത് മനുഷ്യൻ്റെ പ്രവൃത്തി മൂലം ഉണ്ടാകുന്ന ദുരന്തത്തിന് ഉദാഹരണമാണ് ആണോ എന്ന് ചോദിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ വരികയാണെങ്കിൽ നമുക്ക് എഴുതിക്കൂടെ? യുദ്ധങ്ങൾ മനുഷ്യൻ്റെ പ്രവൃത്തി മൂലം ഉണ്ടാകുന്നതാണെന്നറിയാം, അത് ഉറപ്പായിട്ടും അറിയാം. അപ്പോൾ ആണവ ദുരന്തങ്ങൾ അങ്ങനെയാണോ, വിഷവാതക ദുരന്തങ്ങൾ അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചാൽ കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മനുഷ്യൻ്റെ പ്രവൃത്തികളാൽ സൃഷ്ടിക്കപ്പെടുന്ന ദുരന്തങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആദ്യം നോക്കുന്നത്. ഇനി നമുക്ക് പ്രധാനമായിട്ടും ദുരന്തങ്ങളെ 5 തരംതിരിക്കാൻ പറ്റുന്നത്. ദുരന്തങ്ങളെ പ്രധാനമായിട്ടും എത്രയായിട്ട് തരംതിരിക്കാം? ദുരന്തങ്ങളെ 5 നമുക്ക് തരംതിരിക്കാം. അതിൽ ഓരോ ദുരന്തങ്ങളും എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് ജലം, കാലാവസ്ഥ, ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ദുരന്തങ്ങളാണ് ഒന്നാമത്തെ കാറ്റഗറി. ജലമായിട്ടും കാലാവസ്ഥയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ദുരന്തങ്ങൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, ഇടിമിന്നൽ, ഇതൊക്കെ എന്താണ്? ജലം, കാലാവസ്ഥ, ഇവ മൂലമുണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് ഉദാഹരണമാണ്. നമ്മൾ പൊതുവേ ദുരന്തങ്ങളെ 5 തരംതിരിക്കുന്നത്. അതിലൊന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ജലം, കാലാവസ്ഥ, ഇവ മൂലമുണ്ടാകുന്ന ദുരന്തങ്ങളാണ്. അതിൽ ഉദാഹരണം ചോദിച്ചാൽ വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, ഇടിമിന്നൽ, ഇതൊക്കെ എന്താ? കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടും, അതുപോലെ തന്നെ എന്താ, വെള്ളപ്പൊക്കമൊക്കെ ജലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദുരന്തമല്ലേ. രണ്ടാമതായിട്ട് വ്യാവസായിക ആണവ ദുരന്തങ്ങളാണ്. എന്താണ്? വ്യാവസായിക ആണവ ദുരന്തങ്ങൾ. വ്യാവസായിക ആണവ ദുരന്തങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ ഇപ്പോൾ എന്താണ്? ഭോപ്പാൽ ദുരന്തമൊക്കെ എന്താണ്? അതിനുദാഹരണമാണ്. അപ്പോൾ വ്യാവസായിക ആണവ ദുരന്തങ്ങൾ ഇതിന് അണ്ടറിൽ പെടുന്നതാണ് രണ്ടാമത്തെ ദുരന്തങ്ങളുടെ ഒരു കാറ്റഗറി. ഇവിടെ ജലം, കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ഒരുമിച്ചും അല്ലാണ്ട് വരും. ഇപ്പോൾ ജലം മൂലമുണ്ടാകുന്നത്, കാലാവസ്ഥ മൂലമുണ്ടാകുന്ന ദുരന്തങ്ങളുണ്ട് അല്ലേ. ഇപ്പോൾ വെള്ളപ്പൊക്കം എങ്ങനെയാണ്? കാലാവസ്ഥയുടെ ഭാഗമായിട്ട് അപ്പം മഴയിൽ വ്യത്യാസം വന്ന് വളരെ വലിയ ഒരുപാട് അളവിൽ മഴ ലഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാകാറില്ലേ?
ജലത്തിൻ്റെ അളവ് കൂടിക്കൊണ്ട് വെള്ളപ്പൊക്കം ഉണ്ടാവാറില്ലേ? അപ്പോൾ ജലം, കാലാവസ്ഥ ഇവയുടെയൊക്കെ ഉദാഹരണം ചോദിച്ചാൽ വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, ഇടിമിന്നലൊക്കെ എന്താണ്? കാലാവസ്ഥ, ജലം ഇവയുടെയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളാണ്. രാസവ്യാവസായിക ആണവ ദുരന്തങ്ങൾക്കൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഭോപ്പാൽ ദുരന്തം ഇതിനൊരു ഉദാഹരണമാണ്. പിന്നീട് ജൈവാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ദുരന്തങ്ങളാണ് മൂന്നാമത്. അത് പകർച്ചവ്യാധികൾ, ഭക്ഷ്യവിഷബാധയൊക്കെ എന്താ? ജൈവാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ദുരന്തങ്ങളാണ്. ഏതൊക്കെയാണ്? പകർച്ചവ്യാധികൾ, ഭക്ഷ്യവിഷബാധയൊക്കെ എന്താ? ജൈവാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ദുരന്തങ്ങളാണ്. അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ ചെറുതും വലുതുമായിട്ടുള്ള അപകട ദുരന്തങ്ങളുണ്ട്. അപകട ദുരന്തങ്ങൾക്ക് ഉദാഹരണം എന്താണ്? തീപിടുത്തം, സ്ഫോടനങ്ങൾ, ആഘോഷങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, ഇപ്പം ഉത്സവങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വെടിക്കെട്ട് അപകടങ്ങളൊക്കെ ഉണ്ടാകാറില്ലേ? വെടിക്കെട്ട് ദുരന്തങ്ങളൊക്കെ. അങ്ങനെ ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ദുരന്തങ്ങൾ, അതുപോലെ എയർ, റോഡ്, റെയിൽ ദുരന്തങ്ങളൊക്കെ ഇല്ലേ? അപകടങ്ങളുണ്ടാവുക, ട്രെയിൻ മറിയുക, ഇതൊക്കെ എന്താ? ചെറുതും വലുതുമായിട്ടുള്ള അപകട ദുരന്തങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി ഭൗമഘടനയുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട്. ഭൗമഘടനയുമായിട്ട് ബന്ധപ്പെട്ടത് എന്താണ്? ഭൗമഘടനയുമായിട്ട് ബന്ധപ്പെട്ട ദുരന്തങ്ങളാണ് ഭൂകമ്പം, ഉരുൾപൊട്ടൽ, സുനാമിയൊക്കെ എന്താ? ഭൗമഘടനയുമായിട്ട് ബന്ധപ്പെട്ട ദുരന്തങ്ങളാണ്. അപ്പോൾ ജലം, കാലാവസ്ഥ ഇവയുമായിട്ട് ബന്ധപ്പെട്ട ദുരന്തം നോക്കുകയാണെങ്കിൽ വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, ഇടിമിന്നലൊക്കെ വരും. ഭൗമഘടനയുമായിട്ട് ബന്ധപ്പെട്ട ദുരന്തം നോക്കുകയാണെങ്കിൽ ഭൂകമ്പം, ഉരുൾപൊട്ടൽ, സുനാമി. രാസവ്യാവസായിക ആണവ ദുരന്തങ്ങൾ നോക്കുകയാണെങ്കിൽ ഭോപ്പാൽ ദുരന്തമൊക്കെ അതിനുദാഹരണമാണ്. ജൈവാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ദുരന്തങ്ങളിൽ പെടുന്നതാണ് പകർച്ചവ്യാധി, ഭക്ഷ്യവിഷബാധ മുതലായവ. ഒപ്പം അപകട ദുരന്തത്തിന് ഉദാഹരണം, അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, അപകട ദുരന്തത്തിന് ഉദാഹരണമാണ് എന്ത്? തീപിടുത്തം, സ്ഫോടനങ്ങൾ, ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ദുരന്തങ്ങൾ മുതലായവയൊക്കെ. ഇനി ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ട ഒരു ചെറിയ കാര്യമുണ്ട്. നമുക്ക് ഒരേപോലെ തോന്നാവുന്നതും എന്നാൽ ഒരു ചെറിയ വ്യത്യാസമുള്ളതുമായിട്ടുള്ള കാര്യം ഒന്നുമില്ല. പ്രകൃതിക്ഷോഭങ്ങളും പ്രകൃതി ദുരന്തങ്ങളും. നമ്മൾ എപ്പോഴും പ്രകൃതിക്ഷോഭത്തെയും പ്രകൃതി ദുരന്തത്തെയും മിക്ക സാഹചര്യങ്ങളിലും ഒരുമിച്ചാണ് മനസ്സിലാക്കി വെക്കാറല്ലേ? എന്നാൽ ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ പ്രകൃതിക്ഷോഭം എന്ന് പറയുമ്പോൾ അത് ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കുമൊക്കെ അപായകരമായേക്കാവുന്ന പ്രകൃതിദത്തമായിട്ടുള്ള പ്രതിഭാസങ്ങളാണ് നമ്മൾ പ്രകൃതിക്ഷോഭങ്ങളെന്ന് പറയുന്നത്. എന്താണ്? ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കുമൊക്കെ അപായകരമായേക്കാവുന്ന പ്രകൃതിദത്തമായിട്ടുള്ള പ്രതിഭാസങ്ങൾ, അതാണ് പ്രകൃതിക്ഷോഭങ്ങൾ. അതിനുദാഹരണം ചോദിച്ചാൽ സമുദ്രജല പ്രവാഹങ്ങളും മരുഭൂമിയിലെയും ഹിമാനിയിലെയും ഒക്കെയുള്ള അതിതീവ്രമായിട്ടുള്ള കാലാവസ്ഥയൊക്കെ പ്രകൃതിക്ഷോഭത്തിന് ഉദാഹരണമാണ്. എന്നാൽ നമ്മൾ പ്രകൃതി ദുരന്തത്തിലേക്ക് വരികയാണെങ്കിലോ, പ്രകൃതിദത്തമായ കാരണങ്ങളാൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ. പ്രകൃതിക്ഷോഭം എന്ന് പറയുന്നത് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു പ്രതിഭാസങ്ങളാണ്. അതിന് ഉദാഹരണം നോക്കുമ്പോൾ നമുക്കറിയാം. പ്രകൃതിക്ഷോഭത്തിന് ഉദാഹരണമാണ് ഈ സമുദ്രജല പ്രവാഹവും മരുഭൂമിയിലെയും ഹിമാനികളിലെയും അതിതീവ്രമായിട്ടുള്ള കാലാവസ്ഥയൊക്കെ. എന്നാൽ പ്രകൃതി ദുരന്തത്തിനുള്ള ഉദാഹരണത്തിലേക്ക് പോവുകയാണെങ്കിലോ, പ്രകൃതി ദുരന്തങ്ങളെന്ന് വെച്ചാൽ പ്രകൃതിദത്ത കാരണങ്ങളാൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ്. അതിപ്പോൾ ഇടിമിന്നൽ, കൊടുങ്കാറ്റ്, ശൈത്യം, അതികഠിനമായ ശൈത്യ തരംഗങ്ങൾ, ഇതൊക്കെ എന്താണ്? പ്രകൃതി ദുരന്തങ്ങൾക്ക് ഉദാഹരണമാണ്. ഒരു ചെറിയ വ്യത്യാസമാണ് ഈ പ്രകൃതിക്ഷോഭത്തിനും പ്രകൃതി ദുരന്തത്തിനും ഉള്ളത് കേട്ടോ. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് പൊതുവെ പ്രധാനമായിട്ടും 4ആയിട്ട് തരംതിരിക്കാൻ പറ്റും. അങ്ങനെ പ്രകൃതി ദുരന്തങ്ങളെ 4ആയിട്ട് തരംതിരിക്കുന്നത് എങ്ങനെയാണ്? അന്തരീക്ഷജന്യമായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ, ഭൗമജന്യമായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ, ജലജന്യമായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ, ജൈവ ദുരന്തങ്ങൾ. ഇങ്ങനെ 4ആയിട്ടാണ് നമ്മൾ പ്രകൃതി ദുരന്തങ്ങളെ തരംതിരിക്കുന്നത്. അന്തരീക്ഷജന്യം എന്ന് പറയുമ്പോൾ ഇടിമിന്നൽ ഒരു ഉദാഹരണം വെച്ച് ഞാൻ എഴുതാം. ഇടിമിന്നൽ എന്താണ്? ഇടിമിന്നൽ ഒരു അന്തരീക്ഷജന്യമായിട്ടുള്ള പ്രകൃതി ദുരന്തമാണ്. അതുപോലെ കൊടുങ്കാറ്റ്, ശൈത്യ തരംഗങ്ങളൊക്കെ എന്താണ്? അന്തരീക്ഷജന്യമായ പ്രകൃതി ദുരന്തത്തിന് ഉദാഹരണമാണ്. ഭൗമജന്യമായിട്ടുള്ളതോ ഭൂകമ്പം. ഭൂകമ്പം എന്താണ്? ഭൂകമ്പം ഒരു
ഭൗമജന്യമായിട്ടുള്ള പ്രകൃതി ദുരന്തമാണ്. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, ഉരുൾപൊട്ടലൊക്കെ ഭൗമജന്യമായിട്ടുള്ള പ്രകൃതി ദുരന്തമാണ്. ജലജന്യമായിട്ടുള്ളതോ? ജലജന്യത്തിന് ഉദാഹരണമാണ് വെള്ളപ്പൊക്കം. എന്താണ്? വെള്ളപ്പൊക്കം. ഒപ്പം സമുദ്രജലപ്രവാഹം, സുനാമിയൊക്കെ എന്താണ്? ജലജന്യമായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് ഉദാഹരണമാണ്. ഒപ്പം ജൈവ ദുരന്തങ്ങൾ നോക്കുകയാണെങ്കിൽ കീടബാധ, ബാക്ടീരിയ, വൈറസ് ജന്യ രോഗങ്ങളൊക്കെ എന്താണ്? ജൈവ ദുരന്തങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങളെ നമ്മൾ പ്രധാനമായിട്ടും 4ആയിട്ടാണ് തിരിക്കുന്നത്. ദുരന്തങ്ങളെ നമ്മൾ പൊതുവെ 5ആയിട്ടാണ് തിരിക്കുന്നത്. അതിൽ പ്രകൃതി ദുരന്തങ്ങളെ നമ്മൾ 4ആയിട്ടാണ് തിരിക്കുന്നത്. അന്തരീക്ഷജന്യമായിട്ടുണ്ട് ഇടിമിന്നൽ, കൊടുങ്കാറ്റ്, ശൈത്യതരംഗങ്ങളൊക്കെ. ഭൗമജന്യമായിട്ടുള്ളതാണ് ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, ഉരുൾപൊട്ടൽ മുതലായവ. ജലജന്യമായിട്ടുള്ളത് വെള്ളപ്പൊക്കം, സമുദ്രജലപ്രവാഹം, സുനാമി. ജൈവ ദുരന്തങ്ങളാണ് കീടബാധ, ബാക്ടീരിയ, വൈറസ് ജന്യ രോഗങ്ങളൊക്കെ എന്താണ്? ജൈവ ദുരന്തങ്ങളാണ്. അങ്ങനെ നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു ക്ലാസ്സിൽ പ്രകൃതി ദുരന്തങ്ങളെ പറ്റിയിട്ടാണ് നോക്കിയത്. അതിൽ പ്രധാനമായിട്ടും പറഞ്ഞാൽ ഒരു ദുരന്തം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ നിയന്ത്രണത്തിനപ്പുറം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കടന്നു വന്ന് ക്ഷണനേരം കൊണ്ട് ജീവനും സ്വത്തിനും നാശം വിതയ്ക്കുന്നവയാണ് നമ്മൾ ദുരന്തങ്ങളെന്ന് പറയുന്നത്. മനുഷ്യൻ്റെ പ്രവൃത്തികളാൽ സൃഷ്ടിക്കപ്പെടുന്ന ദുരന്തങ്ങളുണ്ട്. അതിനുദാഹരണമാണ് വിഷവാതക ദുരന്തങ്ങൾ, യുദ്ധങ്ങൾ, ഹരിതഗൃഹവാതകങ്ങളുടെ വർധനവ്, ആണവ ദുരന്തങ്ങൾ മുതലായവ. ദുരന്തങ്ങളെ പ്രധാനമായിട്ട് നമ്മൾ 5ആയിട്ടാണ് തരംതിരിച്ചത്. ജലം, കാലാവസ്ഥ ഇവയുമായിട്ട് ബന്ധപ്പെട്ട ദുരന്തങ്ങൾ, ഭൗമഘടനയുമായിട്ട് ബന്ധപ്പെട്ട ദുരന്തങ്ങൾ, രാസവ്യാവസായിക ആണവ ദുരന്തങ്ങൾ, ജൈവാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ദുരന്തങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള അപകടങ്ങൾ മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ, അത്തരത്തിലുള്ള ദുരന്തങ്ങൾ. ഇനി നമ്മൾ പറഞ്ഞത് പ്രകൃതിക്ഷോഭങ്ങൾ എന്താണെന്നാണ്. അത് ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായേക്കാവുന്ന പ്രകൃതിദത്തമായ പ്രതിഭാസങ്ങളാണ് പ്രകൃതിക്ഷോഭങ്ങളെന്ന് പറയുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ എന്താ? പ്രകൃതിദത്തമായ കാരണങ്ങളാൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ. രണ്ടും വളരെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഒരു ചെറിയ വ്യത്യാസം മാത്രമാണ് അവിടെ ഉള്ളത്. പ്രകൃതി ദുരന്തങ്ങളെ നമ്മൾ 4ആയിട്ടാണ് തിരിക്കുന്നത്. അന്തരീക്ഷജന്യമായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളുണ്ട്, ഭൗമജന്യമായിട്ടുള്ളവയുണ്ട്, ജലജന്യമായിട്ടുള്ളവയുണ്ട്, ജൈവ ദുരന്തങ്ങളുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ പ്രകൃതി ദുരന്തങ്ങളെ പ്രധാനമായിട്ടും തരംതിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക്കായിട്ട് ദുരന്തങ്ങളുമായി റിലേറ്റ് ചെയ്ത് പറയാനുള്ളത്. നമുക്ക് കൂടുതലായിട്ട് എന്താണ് ഭൂകമ്പം എന്താണ്, അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എന്താണ്, സുനാമി എന്താണ്, ചക്രവാതങ്ങൾ എന്താണ്, വെള്ളപ്പൊക്കം എന്താണ്, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ കേരളത്തിൽ മഹാപ്രളയമുണ്ടായത് ഏത് വർഷമാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രളയബാധിതമായ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം വരുന്ന തരത്തിൽ നമുക്ക് ഡീറ്റെയിൽ ആയ ക്ലാസ് എടുക്കാം. ഇപ്പോൾ ബേസിക്കായിട്ട് ദുരന്തങ്ങൾ ഏതൊക്കെ തരത്തിലാണ്, അതിനെ ഏതൊക്കെ കാറ്റഗറിയിലാണ് നമ്മൾ ഓരോ ദുരന്തങ്ങളെയും പെടുത്തുന്നത് എന്ന കാര്യം മാത്രം നോക്കുക. കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.